ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ ചിക്കൻ കറി കണ്ടോ? ഇതിലേക്ക് ഞാൻ പിന്നെ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഒട്ടും തന്നെ ഓയിൽ ചേർത്തിട്ടില്ല. അതുപോലെ ഉള്ളി, തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വഴറ്റിയെടുത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഒരു 15-20 മിനിറ്റിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കറിയാണ് ഇതിന്. എന്നാ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഏത് കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 3 കുഞ്ഞ് സവാള ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. അത് നീളത്തിലൊന്ന് അരഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പൊ വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒരു 2 ഒക്കെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, അത് അത്യാവശ്യം വലുതായിരുന്നു, അതും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഞാനൊരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് 2 പച്ചമുളക് കേട്ടോ. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. അതാണ്ട് ഇതുപോലത്തെ ഡേസി കിച്ചണിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് മേടിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നമ്മുടെ കുക്കിംഗ് ഒക്കെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മേടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ അതാണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ അധികം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്ര മാത്രമേ പൊടികൾ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് കൈ വെച്ച് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ച് കുറച്ച് ബലം കൊടുത്ത് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക്, ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ എണ്ണ ചേർത്തില്ല എന്നുള്ളൊരു വിഷമമൊന്നും ഉണ്ടാവില്ല. അത് ഹെൽത്തി ആയിട്ടുള്ള കറിയും ആവും. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ കയ്യിൽ മസാല ഉണ്ടല്ലോ, അതുകൊണ്ട് കയ്യിലോട്ട് ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, മസാല വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി. അപ്പോൾ അതാണ് ഇതുപോലെ കുറച്ച് മാത്രം വെള്ളം, ഒരു അരക്കപ്പൊന്നും ഇല്ല, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് വിസിൽ അത് കേട്ടാൽ മതി. അപ്പോഴത്തേനും ഇതെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതാണ്ട് ഇപ്പോൾ ഒരു വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ. കണ്ടോ, ആ സവാളയൊക്കെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ എന്ത് രസമായിട്ട് വന്നിട്ടുണ്ട് നോക്ക്, വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. വയറ്റിയെടുക്കേണ്ട ആ ഒരു സമയം നമുക്ക് ലാഭിക്കാം. ആ സമയം വേറെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും വളരെ എളുപ്പമാണ് നമ്മുടെ പണികൾ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ സാധാരണ വൈകിട്ട് നോമ്പ് തുറക്കാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എളുപ്പ പണി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് അങ്ങോട്ട് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് എനിക്ക് വേറെ ഓരോ പണികളും കൂടെ ചെയ്ത് തീർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു പൊട്ടറ്റോൻ്റെ പകുതി എടുത്തൊന്ന് വലുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത് ആവശ്യമുള്ള കാര്യമൊന്നും അല്ല, വേണമെങ്കിൽ പൊട്ടറ്റോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ കയ്യിൽ ഒരു പകുതി ഭാഗം ഏതോ ഒരു കറിക്ക് വെച്ചതിൻ്റെ ബാക്കി ഇരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങ് അരിഞ്ഞിട്ടു എന്നേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഒരു തവി വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ എല്ലാം കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതങ്ങനെ പുതുമയുള്ള കറിയൊന്നും അല്ല. ഒരുപാട് ആൾക്കാർ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും വീട്ടിൽ. പിന്നെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി ഞാൻ ഇട്ടതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ, കാരണം ചിക്കനകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ ഞാൻ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പ് വെള്ളം മാത്രം. കാര്യം എനിക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി കറി വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും കുക്കർ അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു വിസിലും കൂടെ കേട്ടാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാകും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ഗ്രാമ്പും 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം.
അല്ല 3 ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇടയ്ക്ക് കുറച്ച് കശകശ ഉണ്ടല്ലോ ആ സാധനം കൂടെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് മാത്രം അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതാണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അത്യാവശ്യം വെള്ളവും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ ഒരു വിസിലിൽ തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ വെന്ത് വന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു വിസിലും കൂടെ അടുപ്പിക്കാം. പക്ഷേ 2 വിസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിക്കനൊക്കെ വെന്ത് ഇങ്ങനെ ഇളകി പോകാൻ തുടങ്ങും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഒന്നും കൂടെ ഓൺ ആക്കിയിട്ട് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിന്റെ കുറച്ച് ഭാഗങ്ങൾ ആ മിക്സിയുടെ ജാറിൽ ഇരിക്കുന്നുണ്ട്. ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരല്പം മാത്രം അരപ്പ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഒരുപാട് പണികളൊന്നുമില്ല. ഇതൊന്ന് തിളച്ച് വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ ഓയിലോ ഒന്നും ചേർക്കാത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. പക്ഷേ എങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നത്. ഇതാകുമ്പോൾ എനിക്ക് വയറ്റ് വേണ്ട സമയം കൊണ്ട് ചിക്കൻ കറി റെഡിയാവും, ഇടിയപ്പം റെഡിയാവും. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ കറി നിങ്ങളിങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ, നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.